ഈ വീഡിയോയിൽ നോക്കുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഡ്രോയിങ് ബൈ ലോട്ട്? It is a method of repaying debenture or other obligations where the company randomly select specific numbers of debenture for redemption at a time. This ensure fairness among debenture holders. അതായത് നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റീപേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, റീപേയ്മെന്റ് ചെയ്യേണ്ട ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ റാൻഡംലി സെലക്ട് ചെയ്യുക. അതായത് ലോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, റീപേയ്മെന്റ് നടത്തുക. അങ്ങനെ റാൻഡംലി ലോട്ട് എടുത്ത് റാൻഡംലി സെലക്ട് ചെയ്ത് റിഡംഷൻ നടത്തുന്നതിനെയാണ് ഡ്രോയിങ് ബൈ ലോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അല്ലെങ്കിൽ DRR അക്കൗണ്ട്? A reserve account created by a company as a safety measure to ensure it has fund to redeem its debenture when they mature. It is a mandatory under certain laws to protect debenture holders' interest. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഒരു കമ്പനി ഡിബഞ്ചേഴ്സിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഡിബഞ്ചേഴ്സ് അവരുടെ ഡിബഞ്ചേഴ്സ് കമ്പനി നിക്ഷേപിച്ചിട്ടുള്ള പണത്തിന് ഒരു സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പനി നിയമത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് എന്ത്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്തത്, വാട്ട് ആർ ഓൺ ഡിബഞ്ചേഴ്സ്? എന്താണ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ഡിബഞ്ചേഴ്സ് ദാറ്റ് എ കമ്പനി ബൈ ബാക്ക് ഓർ ഹോൾഡ് ഫ്രം ദി മാർക്കറ്റ്. Such debentures may be reissued or cancelled depending on the company's financial strategy. അപ്പോൾ ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ആ കമ്പനിയുടെ തന്നെ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും തിരിച്ചു വാങ്ങുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ ഡിബഞ്ചർ എന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്യുന്നതിനെയാണ് ഓൺ ഡിബഞ്ചേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഡിബഞ്ചർ കമ്പനി ചിലപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും റീഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കമ്പനി അതിനെ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും, ചിലപ്പോൾ ക്യാൻസൽ ചെയ്യുക. ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും ആ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത്, വാട്ട് യു മീൻ ബൈ സിങ്കിങ് ഫണ്ട്? സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? A sinking fund is a special reserve where the company set aside money regularly to ensure it has enough fund to repay its debt, such as debenture, upon maturity. A sinking fund എന്ന് പറയുന്നത് ഒരു കമ്പനി ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് പ്രോഫിറ്റിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് മാറ്റി വെച്ചുകൊണ്ട് റെഗുലർലി മാറ്റി വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഡെപ്റ്റ് റീപേയ്മെന്റിന് വേണ്ടി, അസറ്റ് പർച്ചേസിന് വേണ്ടിയിട്ടൊക്കെ ഇത് ചെയ്യാറുണ്ട്, സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത്, ഡിഫൈൻ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ദീസ് ആർ പ്രിഫറൻസ് ഷെയർസ് ദാറ്റ് ദ കമ്പനി ഹാസ് ദ right or obligation to repurchase from the shareholders after a specified period or on a particular date. അതായത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി എന്താണ്, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കമ്പനി ഇഷ്യൂ നടത്തിയിട്ടുള്ള ഷെയർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങാൻ കമ്പനിക്ക് അധികാരമുള്ള പ്രിഫറൻസ് ഷെയർസിനെ വിളിക്കുന്ന പേരാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രിഫറൻസ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും. ഓക്കെ, റീപേയ്മെന്റ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റീപേയ്മെന്റ് ചെയ്യും. അത്ര റീപേയ്മെന്റ് ഉള്ള പ്രിഫറൻസ് ഷെയർസിനെ വിളിക്കുന്ന പേരാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ഡിവിസിബിൾ പ്രോഫിറ്റ്? ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് എ കമ്പനീസ് നെറ്റ് പ്രോഫിറ്റ് ദാറ്റ് ക്യാൻ ലീഗലി ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻഡ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ഒബ്ലിഗേഷൻസ് ലൈക്ക് ടാക്സ് ആൻഡ് റിസർവ്. കമ്പനിയുടെ എല്ലാ നിയമപരമായിട്ടുള്ള ബാധ്യതകളും എല്ലാം മീറ്റ് ചെയ്തതിനു ശേഷം, കമ്പനിയുടെ എല്ലാ ബാധ്യതകളും മീറ്റ് ചെയ്തതിനു ശേഷം കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് നൽകാൻ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിന് വിളിക്കുന്ന പേരാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്? This account is created when a company redeems preference shares. It ensures the companies maintain a strong financial base and protect creditors' interest. ഒരു കമ്പനി പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടാണ് എന്ത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നത്. ഇതെന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ ബേസ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി, വാട്ട് ഈസ് ക്യാഷ് ബോണസ്? It is a bonus paid in cash by a company to its shareholders, typically from its surplus profit. കമ്പനിയുടെ സർപ്ലസ് പ്രോഫിറ്റിൽ നിന്നും ഒരു കമ്പനി അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷിന്റെ രൂപത്തിൽ നൽകുന്ന
ബോണസിനെ വിളിക്കുന്നവരാണ് ക്യാഷ് ബോണസ് എന്ന് പറയുന്നത്. Okay, then what is capital bonus? A bonus given to shareholder in the form of additional shares instead of cash, often by capitalizing on the company's reserve. ഒരു കമ്പനി ക്യാഷ് നൽകുന്നതിന് പകരം എന്താണ് ഷെയർ നൽകുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, അതായത് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ബോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി ക്യാഷ് നൽകുന്നതിന് പകരം അഡീഷണൽ ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കമ്പനിയുടെ കയ്യിലുള്ള ക്യാപിറ്റൽ റിസർവുകളെ എന്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ റിസർവുകളെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്യാപിറ്റൽ ബോണസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിഫൈൻ ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ആർ അഡീഷണൽ ഷെയർസ് ഗിവൻ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ ഫ്രീ ഇഷ്യൂഡ് ഫ്രം കമ്പനീസ് റിസർവ് ഓർ സർപ്ലസ്. കമ്പനിയുടെ റിസർവിൽ നിന്നോ, കമ്പനിയുടെ കയ്യിലുള്ള റിസർവുകളിൽ നിന്നോ സർപ്ലസിൽ നിന്നോ ഫ്രീ ഓഫ് കോസ്റ്റിന് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനെ വിളിക്കുന്ന പേരാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ഫ്രീ റിസർവ്? ഫ്രീ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് നോട്ട് കമ്മിറ്റഡ് ടു എനി സ്പെസിഫിക് ലയബിലിറ്റി ആൻഡ് ക്യാൻ ബി ഫ്രീലി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് സച്ച് ആസ് റിറ്റേൺഡ് ഏർണിംഗ്സ് ഓർ സർപ്ലസ് പ്രോഫിറ്റ്. അതായത് യാതൊരുവിധ ബാധ്യതയും ഇല്ലാതെ, വിച്ച് മീൻസ് എല്ലാ ബാധ്യതകളും ലയബിലിറ്റീസും ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം കമ്പനിയുടെ കയ്യിൽ എന്താണ് ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള, ഡിവിഡൻഡ് കൊടുക്കാൻ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ഏർണിങ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ റിസർവ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് സ്റ്റോക്ക് സ്പ്ലിറ്റ്? ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് ആക്ഷൻ വേർ എ കമ്പനി ഡിവൈഡ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻടു മൾട്ടിപ്പിൾ സ്മോളർ ഷെയർസ് ടു മേക്ക് ദം മോർ അഫോർഡബിൾ ആൻഡ് ഇൻക്രീസ് ലിക്വിഡിറ്റി ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ ഇത് കമ്പനിയുടെ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് കമ്പനിയുടെ വലിയ വാല്യൂ ഉള്ള ഷെയർസിനെ കമ്പനി എന്താക്കി മാറ്റുക, ചെറിയ ഷെയർസ് ആക്കി, മൾട്ടിപ്പിൾ സ്മോൾ ഷെയർസ് ആക്കി അതിനെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എന്താണ്, മാർക്കറ്റിൽ എന്താണ് ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കമ്പനിയുടെ ഷെയർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്റ്റോക്കിന് സ്പ്ലിറ്റ് ചെയ്യാൻ അർത്ഥം. ഓക്കെ, 100 രൂപയുടെ ഷെയർസിനെ 10 രൂപയുടെ എന്തായിട്ട് 10 ഷെയർ ആക്കി മാറ്റുക. ഒറ്റ സ്റ്റോക്കിന് 10 രൂപയുടെ 100 രൂപയുടെ ഒരു സ്റ്റോക്കിന് 10 രൂപയുടെ 10 ഷെയർ ആക്കി മാറ്റുക. അപ്പോൾ എന്തായി, എല്ലാവർക്കും അത് ഈസിലി അഫോർഡബിൾ ആയിരിക്കും. അതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ആർ റൈറ്റ് ഷെയർസ്? റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Additional shares offered to existing shareholders at a discounted price, allowing them to maintain their ownership percentage in the company. അപ്പോൾ റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ഷെയർസിന് കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ എന്ത് ചെയ്യുക, ഷെയർ അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലഭ്യമാക്കുന്നതിന് വിളിക്കുന്ന പേരാണ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ പുതിയ ഷെയർ ഹോൾഡേഴ്സ് വരാതെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർ ഹോൾഡിങ്സ് നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അവരുടെ ഓണർഷിപ്പ് പൊസിഷൻ നഷ്ടപ്പെടാതെ, പെർസെൻറ്റേജ് നഷ്ടപ്പെടാതെ നിലനിർത്താൻ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, then what is value of right? The value gained by a shareholder when they exercise their right to buy shares at a lower price compared to the market value. Value of right എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാർക്കറ്റ് ഷെയർസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ എന്ത് കിട്ടും, ഷെയർ ലഭിക്കും അല്ലെ. അതാണ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റൈറ്റ്, അവരുടെ ആ അവകാശം അത് ഉപയോഗിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്, വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസിനേക്കാളും എത്രയാണോ ഈ റൈറ്റ് ഷെയർ ആയിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നത്, എത്ര വില കുറവായിട്ടാണ് ലഭിക്കുന്നത്, അതാണ് അവിടെ വാല്യൂ ഓഫ് റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then what is double voucher system? Double voucher system എന്ന് പറഞ്ഞാൽ എന്താണ്? A system where two vouchers are prepared for each transaction not involving cash, one for credit and another for debit, ensuring accurate record. ഇപ്പോൾ ക്യാഷിന്റെ മൂവ്മെന്റ് ഇല്ലാത്ത ഒരു ട്രാൻസാക്ഷന്റെ കേസിൽ രണ്ട് എന്ത് ചെയ്യുക, വൗച്ചർ പ്രിപ്പയർ ചെയ്യുക. ഒന്ന് എന്താണ് ക്രെഡിറ്റിനും മറ്റൊന്ന് ഡെബിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ആക്യുറേറ്റ് റെക്കോർഡ് ഉറപ്പ് വരുത്തുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, രണ്ട് വൗച്ചർ പ്രിപ്പയർ ചെയ്യുക ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട്. നോട്ട് ഇൻവോൾവിങ് ക്യാഷ് ഇൻവോൾവ് ചെയ്യാത്ത ട്രാൻസാക്ഷന്റെ കേസിൽ രണ്ട് വൗച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുക. ഒരു ക്രെഡിറ്റ് ഡെബിറ്റ് വൗച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത് വിളിക്കുന്നത്, ഡബിൾ വൗച്ചർ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് സ്ലിപ്പ് സിസ്റ്റം? സ്ലിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? A method where transactions are immediately posted to the accounts using slips, ensuring real-time bookkeeping in double entry system. അപ്പോൾ സ്ലിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. അവിടെ എന്താണ്, നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ലൂസ് ജേണൽ എന്നും ഈ സ്ലിപ്പ് സിസ്റ്റത്തിനെ വിളിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ജേണൽ പ്രിപ്പയർ ചെയ്തിട്ട് ജേണലിൽ നിന്നും
അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം സ്ലിപ്പ് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു റിയൽ ടൈം ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് എന്ത് ഈ സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്? മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടേം ലോൺ പ്രൊവൈഡ് ബൈ ബാങ്ക് ടു ബ്രോക്കേഴ്സ് ഓർ അതർ ബാങ്ക്സ്, റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ വിത്തിൻ എ ഷോർട്ട് പീരീഡ്. അതായത് ഒരു ബാങ്ക് എന്താണ് മറ്റുള്ള ആളുകൾക്ക് നൽകുന്ന ഒരു ബാങ്ക് ബ്രോക്കേഴ്സിനോ അല്ലെ മറ്റ് ബാങ്കുകൾക്കോ നൽകുന്ന ഒരു ഷോർട്ട് ടൈം ലോൺ ആണത്. ഇത് എപ്പോൾ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസിലൂടെ അല്ലെങ്കിൽ 24 അവേഴ്സിലൂടെ എന്താണ് ആവശ്യപ്പെട്ടാൽ തിരിച്ചടയ്ക്കേണ്ടി വരുന്ന ഒന്നാണ് ഇത് ഈ വാട്ട് ഈസ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് നോട്ടീസ് ബാങ്കിന്റെ അടുത്ത് നിന്ന് ഒരു നോട്ടീസ് വരുന്നു, 24 അവേഴ്സിനുള്ളിൽ നാളെ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എമൗണ്ട് അടയ്ക്കണം എന്ന് പറയുന്നു. അങ്ങനെ റീപേബിൾ ചെയ്യേണ്ട ഒരു ഷോർട്ട് ലോൺ ആണ് എന്ത് മണി ടു കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ്? ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റ്മെന്റ് മെയ്ഡ് ബിറ്റ്വീൻ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓർ ഓഫീസസ് ഓഫ് ദി സെയിം ബാങ്ക് ടു റീകൗൺസിൽ അക്കൗണ്ട്സ് ഓർ സെറ്റിൽ ഇന്റർണൽ ട്രാൻസ്ഫേഴ്സ്. അതായത് ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ സ്ഥാപനത്തിന്റെ രണ്ട് ബ്രാഞ്ചുകളോ അല്ലെങ്കിൽ ഒരേ ഓഫീസിന്റെ അല്ലെങ്കിൽ ഒരേ സ്ഥാപനത്തിന്റെ രണ്ട് ഓഫീസസുകളോ എന്ത് ചെയ്യുന്നു, അവരുടെ അക്കൗണ്ട്സ് റീകൗൺസിൽ ചെയ്യാൻ, അതായത് കറക്ഷൻ വരുത്താൻ വേണ്ടി എന്തെങ്കിലും രണ്ടും ബ്രാഞ്ചുകൾ തമ്മിൽ അല്ലെങ്കിൽ എന്താണ് രണ്ട് ഓഫീസുകൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുമല്ലോ. അപ്പോൾ നടക്കുന്ന സമയത്ത് റെക്കോർഡിങ്ങിൽ ചിലപ്പോൾ കാലതാമസങ്ങളൊക്കെ ഉണ്ടാകാം. അത്തരത്തിലുള്ള കാലതാമസങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റീകൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒന്നാണ് ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ബിൽ പേയബിൾ ഇൻ കേസ് ഓഫ് ബാങ്ക്? ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റീസ് ഓഫ് എ ബാങ്ക് ഫോർ പേയ്മെന്റ് ഓഫ് ബിൽ എക്സ്ചേഞ്ച് ഓർ പ്രോമിസറി നോട്ട് that it has accepted or endorsed. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ലയബിലിറ്റീസ് ആണ്. ഓക്കെ, ഫോർ പേയ്മെന്റ് ഓഫ് ബിൽ എക്സ്ചേഞ്ച്, ബില്ല് പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബാങ്ക് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻഡോസ് ചെയ്തിട്ടുള്ള ആ പ്രോമിസറി നോട്ടിന്റെ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ മുകളിൽ വരുന്ന ലയബിലിറ്റി ആണ് വിളിക്കുന്നത് ബിൽസ് പേയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ അൺഏൺഡ് ഡിസ്കൗണ്ട് ഓൺ bill that mature after closing of account which is on liabilities until earned. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നു. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ഡിസ്കൗണ്ട് ചെയ്ത എമൗണ്ട് ബില്ല് മെച്യൂരിറ്റി ഡേറ്റ് ഈ ഫിനാൻഷ്യൽ ഇയറും കടന്ന് മറ്റൊരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് പോകുമ്പോൾ എന്താണ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ട് എമൗണ്ടിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ പോർഷനും കൂടി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അൺഎക്സ്പയർഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ അൺഏൺഡ് ഡിസ്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ മാർച്ച് 31 ക്ലോസിംഗ്. അപ്പോൾ നമ്മൾ മാർച്ച് 1 ബിൽ ഡിസ്കൗണ്ട് ചെയ്തു, ഒരു 3 മാസം മെച്യൂരിറ്റി ഉള്ള എന്താണ് ഒരു ബില്ലാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ മാർച്ച് 1 മാസം മാത്രമുള്ള ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഓക്കെ, അപ്പൊ ഡിസ്കൗണ്ട് ചെയ്ത ആ എമൗണ്ടിൽ 1 മാസത്തെ എമൗണ്ട് ഒഴികെ ബാക്കിയുള്ള എമൗണ്ട് ഒക്കെ അടുത്ത മാസത്തേക്കുള്ളതാണ്, അടുത്ത വർഷത്തേക്കുള്ളതാണ്. അതാണ് എന്ത് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ നോൺ പെർഫോമിംഗ് അസറ്റ്? നോൺ പെർഫോമിംഗ് അസറ്റ് NPA എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺ ഓർ അഡ്വാൻസസ് വേർ ദ ബോറോവർ ഹാസ് നോട്ട് മെയ്ഡ് പേയ്മെന്റ് പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ടിപ്പിക്കലി 90 days ലീഡിംഗ് ടു ഡിഫാൾട്ട്. അതായത് സാധാരണ ഒരു 90 ദിവസത്തിൽ കൂടുതൽ ഒരു ബോറോവർ എന്താണ് ബാങ്കിലേക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ടോ ഒന്നും പേയ്മെന്റ് നടത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ലോൺ അഡ്വാൻസസിനെ വിളിക്കുന്ന പേരാണ് NPA അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ? CAR, a ratio that measures bank financial stability by comparing its capital to its risk weighted asset, ensuring it can handle losses. അപ്പോൾ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു റേഷ്യോ ആണ്. ആ റേഷ്യോ എന്താണ്? ബാങ്കിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് മെഷർ ചെയ്യുന്നത്. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ബാങ്കിന്റെ ക്യാപിറ്റലും അതിന്റെ റിസ്ക് വെയ്റ്റഡ് അസറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് അതായത് ആ റിസ്ക് ഉള്ള അസറ്റിന് മീറ്റ് ചെയ്യാൻ ആവശ്യമായ ക്യാപിറ്റൽ ബാങ്കിന്റെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക.
അതാണ് ഈ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ സ്റ്റാൻഡേർഡ് അസറ്റ്? ലോൺ ഓർ അഡ്വാൻസസ് ദാറ്റ് ആർ ബീങ് റീപെയ്ഡ് ഓൺ ടൈം ആൻഡ് ക്യാരി നോ റിസ്ക് ഓഫ് ഡിഫോൾട്ട്. അതായത് കൃത്യമായിട്ട് റീപേയ്മെന്റും ഇൻട്രസ്റ്റ് പേയ്മെന്റും ഒക്കെ ലഭിക്കുന്ന, യാതൊരുവിധ അടവ് മുടങ്ങാത്ത അത്തരത്തിലുള്ള ലോൺസ് അഡ്വാൻസസിന് വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ലോസ് അസറ്റ്? അസറ്റ് ദാറ്റ് ആർ നോൺ റിക്കവറബിൾ ആൻഡ് ഹാവ് ലോസ്റ്റ് ദെയർ വാല്യൂ ബട്ട് ആർ യെറ്റ് ടു ബി റിട്ടേൺ ഓഫ് ബൈ ദി കമ്പനി. ഒരു കമ്പനിക്ക് ഇനി കിട്ടാൻ സാധ്യതയില്ലാത്ത, കമ്പനി റിക്കവർ ചെയ്യാൻ സാധ്യതയില്ലാത്ത എന്താണ് ഒരു ലോൺ അഡ്വാൻസസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലോസ് അസറ്റ് എന്ന് പറയുന്നത്. അത് കമ്പനി ഇനി റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ പോകുന്ന ഒന്നാണ്. ഓക്കെ, ഇതുവരെ റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, ഇനി റൈറ്റ് ഓഫ് ചെയ്തിട്ട് കളയാൻ പോകുന്ന ഒന്നാണ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലോസ് അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് ഡബിൾ ഇൻഷുറൻസ്? ഡബിൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? When the same asset or risk is insured with two or more insurer, often to ensure full compensation. അതായത് നമുക്ക് ഫുൾ കോമ്പൻസേഷൻ ഉറപ്പ് വരുത്തുവാൻ വേണ്ടിയിട്ട് ഒരേ റിസ്ക് നമ്മൾ രണ്ടോ അതിലധികമോ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്യുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ എടുക്കുകയാണെങ്കിൽ അതിനെ ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയും. ഇനി വാട്ട് ഈസ് റീ ഇൻഷുറൻസ്? An insurance company transfer a portion of its risk to another insurer to spread potential loss and reduce liability. റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു, അവരുടെ കമ്പനിയിൽ ഞാനൊരു ഇൻഷുറൻസ് അല്ലെങ്കിൽ അവരുടെ കമ്പനിയിൽ വന്നിട്ടുള്ള ഇൻഷുറൻസുകളെ അവരെന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് പോളിസികൾ അവർ മറ്റൊരു കമ്പനിയിൽ എന്ത് ചെയ്യുന്നു, ഇൻഷുർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവർ എന്താണ്, അവരുടെ റിസ്ക് അവർ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അവർ റിസ്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോസ് വരെ ഉണ്ടാകാനുള്ള സാധ്യത അവർ മിനിമൈസ് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു, മറ്റൊരു കമ്പനിയിൽ എന്ത് ചെയ്യുന്നു, റിസ്ക് ഷെയർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റീ ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് ലൈഫ് അഷുറൻസ് ഫണ്ട്? ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? A fund maintained by life insurance companies that represent the excess of revenue income over revenue expense. അപ്പോൾ ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫണ്ടാണ്. അതായത് അവരുടെ റവന്യൂ എക്സ്പെൻസിന്റെ മുകളിൽ വരുന്ന റവന്യൂ ഇൻകത്തിന് വിളിക്കുന്നവരാണ് ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി what do you mean by annuity? Annuity എന്ന് പറഞ്ഞാൽ എന്താണ്? A financial arrangement where the insurance company make regular payment to the insured for a specified period in return for lump sum investment. അപ്പോൾ ആനുറ്റി എന്നത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ്. അവിടെ ഒരു ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു ലംസം, അതായത് നമുക്ക് എന്താണ്, ഒരു ലംസം ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഫോർ എക്സാമ്പിൾ ഓരോ വർഷമായിട്ട് നമ്മൾ ആനുറ്റി എന്ന് പറഞ്ഞാൽ ആനുവലി നമ്മൾ എന്തെങ്കിലും റെഗുലർ പേയ്മെന്റ് നടത്തുക, ഇൻഷുറൻസ് പേയ്മെന്റ് നടത്തുന്നതിനെയാണ് ആനുറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? നമുക്ക് റിട്ടേൺ ആയിട്ട് ഒരു ലംസൺ എമൗണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലംസൺ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 ലക്ഷം രൂപ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ആനുവലി ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക ഇൻഷുറൻസിലേക്ക്. അതാണ് എന്ത് ആനുറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് സറണ്ടർ വാല്യൂ? The amount of policy holders receive from the insurer when they cancel their life insurance policy before its maturity. അപ്പോൾ സറണ്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സറണ്ടർ വാല്യൂ എന്ന് പറഞ്ഞെങ്കിൽ ഒരു പോളിസി ഹോൾഡർ അവരുടെ ഇൻഷുറൻസ് പോളിസി മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് ക്യാൻസൽ ചെയ്യുകയാണെന്നിരിക്കാം. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോളിസി ഹോൾഡർക്ക് മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് ക്യാൻസൽ ചെയ്ത് ആ പോളിസിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, അതിനെയാണ് സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് പെയ്ഡ് അപ്പ് വാല്യൂ? പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? The reduced sum assured payable by the insurer when the policyholder stop paying premium after a certain period. ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് ആ ഒരു ഇൻഷുറർക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തിക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കാതെ വരുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, പോളിസി ഹോൾഡർ പ്രീമിയം പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. അതുവരെയുള്ള എത്രയാണ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്, ആ നടത്തിയ പ്രീമിയം എമൗണ്ടിനുള്ള പ്രൊട്ടക്ഷൻസ്
അവർക്ക് ഇൻഷുറൻസ് കമ്പനി ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അതാണ് പെയ്ഡ് അപ്പ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് കൺസിഡറേഷൻ ഫോർ ആന്വിറ്റി ഗ്രാൻഡഡ്? കൺസിഡറേഷൻ ഫോർ ആന്വിറ്റി ഗ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലംസം എമൗണ്ട് പെയ്ഡ് ബൈ ദി ഇൻഷുറഡ് ടു ദി ഇൻഷുറൻസ് കമ്പനി ടു പർച്ചേസ് ആൻ ആന്വിറ്റി. അതായത് നമ്മൾ കൺസിഡറേഷൻ ഫോർ ആന്വിറ്റി ഗ്രാൻഡഡ് എന്നുണ്ട്. ആന്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഓരോ വർഷമായിട്ട് നമ്മൾ പേയ്മെന്റ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നടത്തുന്ന പേയ്മെന്റ് ആണ് ആന്വിറ്റി എന്ന് പറയുന്നത്. ആ പേയ്മെന്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണം അതെന്താണ്? നമ്മൾ ഒരു 10 വർഷം കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആണ് അല്ലെ. അതാണ് ദി കൺസിഡറേഷൻ ഫോർ ആന്വിറ്റി ഗ്രാൻഡഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി വാട്ട് ഈസ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്? A financial statement prepared by life insurance companies to evaluate whether their liability are adequately covered by their asset. അപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് അവരുടെ അസറ്റ് അവരുടെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ തക്കത്തിൽ ഉണ്ടോ, അതിനാവശ്യമായ രീതിയിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം? A bonus that reduces policyholders' future premium payment declared by the insurance from surplus profit. അപ്പോൾ ഒരു ഇൻഷുറർ സർപ്ലസ് പ്രോഫിറ്റിൽ നിന്നും എന്ത് ചെയ്യുന്ന ഡിക്ലെയർ ചെയ്യുന്ന പോളിസി ഹോൾഡേഴ്സിന് നൽകുന്ന ഒന്നാണ് എന്ത് ഈ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഷുറർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അവിടെ സർപ്ലസ് പ്രോഫിറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒരു കുറച്ച് എമൗണ്ട് ബോണസ് ആയിട്ട് പോളിസി ഹോൾഡേഴ്സിന് നൽകും. അപ്പം അടുത്ത പ്രീമിയം നൽകുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആ എമൗണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാറ്റി വെക്കും. അപ്പോൾ അടുത്ത പ്രീമിയം നൽകുന്ന സമയത്ത് ആ ബോണസ് എമൗണ്ട് കഴിച്ച് ബാക്കി എമൗണ്ട് നൽകിയാൽ മതി ഇൻഷുറൻസ് കമ്പനിയിലേക്ക്. ഓക്കെ, അതാണ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് ബേസിക് ഏർണിംഗ് പെർ ഷെയർ? ബേസിക് ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് എന്താണ്? എ മെഷർ ഓഫ് പ്രോഫിറ്റ് അലോക്കേറ്റഡ് ടു ഈച്ച് ഷെയർസ് ഓഫ് കോമൺ സ്റ്റോക്ക് calculated by dividing the company's net profit by outstanding shares. അത് ബേസിക് ഏർണിംഗ് പെർ ഷെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു ലഭിക്കുന്ന ഡിവിഡൻഡ് പോർഷൻ വിളിക്കുന്ന പേരാണ് എന്ത്, ഏർണിംഗ് പെർ ഷെയർ. ഒരു ഷെയറിന് കൈവശം വെക്കുന്ന ആൾക്ക് ലഭിക്കുന്ന ഏർണിങ്സ്. ഓക്കെ. ഇനി വാട്ട് ഈസ് ഡൈലൂട്ടഡ് ഏർണിംഗ് പെർ ഷെയർ? EPS calculated assuming that all convertible securities such as stock options or bond are converted into shares, showing the minimum possible EPS. അപ്പോൾ എന്താണ് EPS? എല്ലാ കൺവെർട്ടബിൾ ആയിട്ടുള്ള, അതായത് ഭാവിയിൽ ഷെയർ ആയിട്ട് മാറാൻ സാധ്യതയുള്ള കൺവെർട്ടബിൾ സെക്യൂരിറ്റീസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് EPS കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് മിനിമം പോസിബിൾ, ഏറ്റവും മിനിമം നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏർണിംഗ് പെർ ഷെയർ എത്രയാണ്, അതാണ് എന്ത് ഈ ഡൈലൂട്ടഡ് ഏർണിംഗ് പെർ ഷെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിഫൈൻ ഇവന്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്. ഇവന്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്താണ്? സിഗ്നിഫിക്കന്റ് ഇവന്റ് ഒക്കറിംഗ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് ഡേറ്റ് ബട്ട് ബിഫോർ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ അപ്രൂവ്ഡ് വിച്ച് മൈറ്റ് അഫക്ട് ദി ഫിനാൻഷ്യൽ റിസൾട്ട്. അതായത് നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് ആനുവൽ ജനറൽ മീറ്റിങ്ങുകളൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് അതിന് നമുക്ക് ഇത് കിട്ടുക, അപ്രൂവൽ കിട്ടുക. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് അപ്രൂവൽ നടത്തുന്നതിന് ഇടയ്ക്ക് നടക്കുന്ന എന്താണ് ഒരു ഫിനാൻഷ്യൽ ഇവന്റിനെ വിളിക്കുന്ന പേരാണ് ഇവന്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനിൽ ഒരു മേജർ എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. ഓക്കെ. ഇനി ഡിഫറൻഷിയേറ്റ് ഓർഡിനറി ഷെയർസ് ഫ്രം പൊട്ടൻഷ്യൽ ഓർ ഓർഡിനറി ഷെയർ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ഓർഡിനറി ഷെയർസ് ഫ്രം പൊട്ടൻഷ്യൽ ഓർ ഓർഡിനറി ഷെയർസ്. ഓർഡിനറി ഷെയർസ്, പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. എ സ്റ്റാൻഡേർഡ് ഷെയർ റെപ്രസെന്റിംഗ് ഓണർഷിപ്പ് ഇൻ എ കമ്പനി ഗിവിംഗ് ഹോൾഡേഴ്സ് വോട്ടിംഗ് റൈറ്റ് ആൻഡ് ഷെയർ ഇൻ പ്രോഫിറ്റ്. ഓർഡിനറി ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഷെയർ ആണ്. അത് കമ്പനിയിലെ ഓണർഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഷെയർ. അവർ കമ്പനി ആ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് വോട്ടിംഗ് റൈറ്റോ ഒക്കെ പ്രോഫിറ്റ് ഷെയർ ഒക്കെ ലഭിക്കും. ഓക്കെ. ഇനി അടുത്ത പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, എക്സാമ്പിൾ കൺവെർട്ടബിൾ ബോണ്ട്, സ്റ്റോക്ക് ഓപ്ഷൻ ദാറ്റ് കുഡ് ബി കൺവേർട്ടഡ് ഇൻടു ഓർഡിനറി ഷെയർസ് ഇൻ ഫ്യൂച്ചർ പൊട്ടൻഷ്യലി ഡൈലൂട്ടിംഗ് ഓണർഷിപ്പ്. അതായത് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ അത് എന്തല്ല, സാധാരണ ഷെയർസ് അല്ല, പക്ഷെ ഭാവിയിൽ കൺവേർട്ട് ചെയ്യാൻ, നമുക്ക് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തായിട്ട് മാറും, റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറഞ്ഞ സംഭവം കേട്ടില്ലേ നിങ്ങൾ? അത് തന്നെ, അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇക്വിറ്റി ആയിട്ട് മാറും, ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറും.
ഓക്കെ, അങ്ങനെ മാറാൻ കപ്പാസിറ്റി ഉള്ള ഇതിന് വിളിക്കുന്നവരാണ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് എ റിലേറ്റഡ് പാർട്ടി? റിലേറ്റഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എ റിലേറ്റഡ് പാർട്ടി ഈസ് എനി പേഴ്സൺ ഓർ എൻറ്റിറ്റി കണക്റ്റഡ് ടു ദി കമ്പനി ത്രൂ കൺട്രോൾ, joint control or significant influence. Examples include parent and subsidiary companies, key management personnel and their relatives, entities under common control. ഒരു റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനകത്ത് എന്താണ് ഒരു ബിസിനസ്സിനകത്ത് ഇൻഫ്ലുവൻസ് ഒക്കെ വരുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത്. അത് കൺട്രോൾ അല്ലെങ്കിൽ ജോയിന്റ് കൺട്രോൾ അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസസിലൂടെ ആണ് അത് ഉണ്ടാവുക. അപ്പോൾ ആരൊക്കെയാണ് പാരന്റ് സബ്സിഡറി കമ്പനീസിന് എന്തുണ്ടാകും, അങ്ങനെ ഒരു ഇൻഫ്ലുവൻസസ് ഒക്കെ വരുത്താൻ കമ്പനിക്കകത്ത് സാധിക്കും അല്ലെ. അതുപോലെ കീ മാനേജ്മെന്റ് പേഴ്സൺസ്, അതായത് പേഴ്സണൽസ്, MD, അങ്ങനെ അത്തരം പൊസിഷനിൽ നിൽക്കുന്ന ആളുകളൊക്കെ, അവരുടെ ബന്ധുക്കൾ, അവർക്കൊക്കെ സ്വാധീനം ഉണ്ടായിരിക്കും ബിസിനസ്സിനകത്ത്. അവരൊക്കെ കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസിന്റെ റിലേറ്റഡ് പാർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ റിലേറ്റഡ് പാർട്ടീസിന് എക്സാമ്പിൾ ചോദിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, പാരന്റ് കമ്പനി ആൻഡ് ഇറ്റ് സബ്സിഡറീസ് എൻറ്റിറ്റി, അത് റിലേറ്റഡ് പാർട്ടീസ് ആണ്. പിന്നെ എൻറ്റിറ്റീസ് അണ്ടർ ജോയിന്റ് വെഞ്ചേഴ്സ്, പിന്നെ ഡയറക്ടേഴ്സ് ഓർ കീ എക്സിക്യൂട്ടീവ്സ് ആൻഡ് ദെയർ റിലേറ്റീവ്സ്, പിന്നെ കമ്പനീസ് കൺട്രോൾഡ് ബൈ ഡയറക്ടേഴ്സ് ഓർ ദെയർ ഫാമിലി മെമ്പേഴ്സ്. ഇനി വാട്ട് ഈസ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്നാൽ എന്താ? എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ എ കമ്പനി ആൻഡ് റിലേറ്റഡ് പാർട്ടി such as the sale of goods, loan or payment of salary which may influence company's financial result. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻസ് കമ്പനിയുടെ റിലേറ്റഡ് പാർട്ടീസുമായി നടത്തുകയാണെങ്കിൽ അതിനെയാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് ഇന്ററിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്? ഇന്ററിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? A report containing financial statement for a period shorter than full financial year, such a quarterly, half-yearly reports. അതായത് ഒരു ഫുൾ ഇയറിലെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് അല്ല, പകരം എന്താണ് ഈ ഇൻ ബിറ്റ്വീൻ പീരീഡിലേക്ക് വേണ്ടിയിട്ട്, ഹാഫ് ഇയർലി ആയിട്ടോ ക്വാർട്ടർലി ആയിട്ടോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്നവരാണ് ഇന്ററിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇന്ററിംഗ് പീരീഡ്? ഇന്ററിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പീരീഡ് ഷോർട്ടർ ദാൻ ഫുൾ അക്കൗണ്ടിംഗ് ഇയർ. ഫുൾ അക്കൗണ്ടിംഗ് ഇയറിനേക്കാളും താഴെ, 12 മാസത്തിനേക്ക് താഴെ വരുന്ന ഇതാണ് ഷോർട്ടർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പീരീഡിനെ വിളിക്കുന്നവരാണ് ഇന്ററിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഹാഫ് ഇയറിലോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇനി വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്? എ കോമ്പണന്റ് ഓഫ് എ കമ്പനി ദാറ്റ് ഏൺ റവന്യൂ ആൻഡ് ഇൻകർ എക്സ്പെൻസ് and whose result are regularly reviewed by the management for decision making. ഒരു കമ്പനിയുടെ എന്താണ് റെഗുലർ ഇൻകം ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്ന ഒരു കമ്പനിയിലെ മേജർ ഏരിയയാണ് വിളിക്കുന്നത് ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് റിപ്പോർട്ടബിൾ സെഗ്മെന്റ്? An operating segment that meets specific criteria for separate disclosure in finance statements such as a certain percentage of revenue, profit or loss asset. റിപ്പോർട്ടബിൾ സെഗ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സിഗ്നിഫിക്കന്റ്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിർബന്ധമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു ഓപ്പറേറ്റിംഗ് സെഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിപ്പോർട്ടബിൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വാട്ട് ആർ അക്കൗണ്ടിംഗ് പോളിസീസ്? അക്കൗണ്ടിംഗ് പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിൾസ്, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എ കമ്പനി ഫോളോ ഇൻ പ്രിപ്പയറിംഗ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സച്ച് ആസ് മെത്തേഡ് ഫോർ വാല്യുവേഷൻ, ഡിപ്രിസിയേഷൻ ആൻഡ് ഇൻവെന്ററി അക്കൗണ്ടിംഗ്. അക്കൗണ്ടിംഗ് പോളിസീസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ്, റൂൾസും പ്രൊസീജിയേഴ്സിനൊക്കെയാണ് വിളിക്കുന്നത് അക്കൗണ്ടിംഗ് പോളിസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്? ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റിംഗ് ദി വാല്യൂ ഓഫ് എൻ അസറ്റ് ഓർ ലയബിലിറ്റി ബേസ്ഡ് ഓൺ ന്യൂ ഇൻഫർമേഷൻ ഓർ ഡെവലപ്മെന്റ്. അപ്പോൾ പുതിയ ഇൻഫർമേഷൻസിനെ, പുതിയ ഡെവലപ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിൽ അതിന്റെ വാല്യൂവിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തുന്നതിനെയാണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, റിവൈസിംഗ് ദി യൂസ്ഫുൾ ലൈഫ് ഓഫ് എൻ അസറ്റ്. ഓക്കെ, ഇനി വാട്ട് ആർ പ്രയർ പീരിയഡ് എറേഴ്സ്? ഒമിഷൻസ് ഓർ മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ എ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ വൺ ഓർ മോർ പ്രീവിയസ് പീരിയഡ് ഡിസ്കവർഡ് ഇൻ ദി കറന്റ് പീരിയഡ്. 2 3 അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ ഒമിഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കറന്റ് പീരീഡിൽ കണ്ടെത്തുകയാണെങ്കിൽ അതിന് വിളിക്കുന്നവരാണ് പ്രയർ പീരിയഡ് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻസ്? റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞെങ്കിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി,
applying new accounting policy to past transactions if the policy had always been applied. This ensure consistency in financial statement. ഈ ശമ്പള പരിഷ്കരണമൊക്കെ നടത്തുന്ന സമയത്ത് പൊതുവെ ഉണ്ടാകുന്നതാണ് എന്ത് ഈ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മുൻകാല ഒരു 2005 മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും സാലറി ഇപ്പോൾ കൂട്ടുന്നത് 2020 ചിലപ്പോൾ 2005 മുതൽ ഇങ്ങോട്ട് നൽകി. അപ്പോൾ എന്താണ് അന്ന് നമുക്ക് ഒരു 10,000 രൂപയാണ് സാലറി ലഭിച്ചതെങ്കിൽ ഇപ്പൊ അത് 20,000 ആക്കിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ അത്രയും മാസത്തെ എന്താണ് ബാക്കി 16 രൂപയും കൂടി നമുക്ക് ഒരുമിച്ച് തരും. അതാണ് റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. അക്കൗണ്ടിങ് പോളിസി ചേഞ്ചസ് വരുത്തുന്ന 2 എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞത്. ഒന്ന് അത് ഫിഫോ മെത്തേഡിന് ഇൻവെന്ററി വാല്യൂഷൻ സമയത്ത് 2 മെത്തേഡാണ് ഫിഫോ മെത്തേഡാണ് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തെങ്കിൽ അതിന് നമ്മൾ എന്താകുന്നു വെയിറ്റഡ് ആവറേജ് മെത്തേഡിലേക്ക് മാറുക. ഫിഫോ മെത്തേഡ് ഫോളോ ചെയ്ത ഒരു കമ്പനി ലിഫോ മെത്തേഡിലേക്ക് മാറുക. അതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ സ്വിച്ചിങ് ഫ്രം സ്ട്രൈറ്റ് ലൈൻ ടു റെഡ്യൂസിങ് ബാലൻസ് ഡിപ്രീസിയേഷൻ. അതായത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ നിന്നും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലേക്ക് മാറുക ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അതൊക്കെ ഇതാണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി ഡിഫൈൻ ഇവന്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്. ഇവന്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് പ്രിപ്പയർ ചെയ്തു, അത് അപ്രൂവൽ കിട്ടുന്നതിന് ഇടയിൽ നടക്കുന്ന മേജർ ഇവന്റ്സിനെ വിളിക്കുന്നവരാണ് ഇവന്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറഞ്ഞത്. ഇനി ഡിഫൈൻ അഡ്ജസ്റ്റിംഗ് ഇവന്റ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ നമുക്കറിയാം പാർട്ട് എയിൽ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് പ്രോബ്ലം പേപ്പർ ആണെങ്കിലും മിക്കവാറും ഒരു 12 മുതൽ അല്ലെങ്കിൽ ഒരു 13 ക്വസ്റ്റ്യൻസ് എന്തായാലും തീരെ തന്നെയായിരിക്കും. 2 മാർക്കിന്റെ ചിലപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവാം, ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു ആദ്യത്തെ 15 തന്നെ നമുക്ക് തീരെയായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇത്രയും ഭാഗത്ത് നിങ്ങൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത്. നമുക്കറിയാം സാധാരണ യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സ്റ്റോറിന്റെ ബുക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് അധികവും ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഈ ഭാഗങ്ങൾ എന്തായാലും നോക്കി വെക്കുക. ഓക്കെ.